ഹലോ വെൽക്കം ബാക്ക് ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലെ യൂണിറ്റ് 2-ലെ ടോപ്പിക്കായിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. എന്താണ് പോർട്ട്ഫോളിയോ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് പർപ്പസ്ഫുൾ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ക്രിയേറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇവാലുവേറ്റഡ് ഇൻ റിലേഷൻ ടു സം ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് മോണ്ടിസോറി സിലബസ് ബേസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ വർക്കുകളൊന്നും എന്താണെന്നുള്ളത് വീട്ടിലേക്ക് ഡെയിലി അവർ ബുക്സ് ഒന്നും അങ്ങനെ കൊണ്ടുവരികയോ കൊടുക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ കൃത്യമായിട്ട് ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നമുക്ക് പാരൻസിനൊരു മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ അവർ അതുവരെ ചെയ്ത എല്ലാ വർക്കും, ചിലപ്പോൾ ഒരു ഡ്രോയിങ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് കടലാസ് കൊണ്ട് അവർ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി ഒരു ആർട്ട് വർക്ക് ആയിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിക്കും അല്ലേ. അവരുടെ എക്സാം എടുത്തതിൻ്റെ സ്കോർ ഷീറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കുട്ടികൾ ചെയ്ത എല്ലാ വർക്കുകളെയും സിസ്റ്റമാറ്റിക്കായിട്ട് പർപ്പസ്ഫുള്ളി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുക. ഈ പോർട്ട്ഫോളിയോനെ ബേസ് ചെയ്തിട്ട് ആ കുട്ടീനെ അസസ് ചെയ്യുന്നതിനാണ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്ന് പറയുക. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വർക്കിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഓരോ പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന അവരുടെ വർക്കിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പ്രോഗ്രസ്സിനെ അസസ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുക. മിഡ്-90s ഈ പോർട്ട്ഫോളിയോ കുറച്ചും കൂടെ ഫെമിലിയർ ആവാനും ഉപയോഗത്തിൽ വരാനും ഒക്കെ തുടങ്ങിയത്. ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റുകളൊക്കെ ഇത് കുട്ടികളുടെ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യാൻ, അതേപോലെ അവരുടെ ലേണിങ്ങിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ, അവരുടെ അച്ചീവ്മെൻറ്റുകളൊക്കെ ഷോക്കേസ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോർട്ട്ഫോളിയോസ് ഉപയോഗിക്കുക. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലാണ് ഇത് മോസ്റ്റ്ലി ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്. കൂടുതൽ വൈഡായിട്ട് ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലാണ്. രണ്ട് ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള പോർട്ടേർ ആൻഡ് ഫൊഗിലിയോ എന്നുള്ള രണ്ട് വേർഡ്സിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. പോർട്ട്ഫോളിയോ ടു ക്യാരി ആൻഡ് ഷീറ്റ് എന്നാണ് ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ്. അതായത് ഒരു ഷീറ്റിൽ നമ്മൾ ക്യാരി ചെയ്യുക, കുട്ടികളുടെ പ്രോഗ്രസ്സിനെയൊക്കെ ക്യാരി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ എടുത്തേക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഇനീഷ്യലി ഈ പോർട്ട്ഫോളിയോസൊക്കെ ഫിനാൻസിലും അതേപോലെ മാർക്കറ്റിംഗ്, സ്റ്റോക്ക്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇനീഷ്യലി. ഇപ്പോൾ ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ കണക്കൊക്കെ വൃത്തിയായിരിക്കണം. ആ ബിസിനസ് തുടങ്ങുമ്പോൾ തൊട്ടിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ആ ബിസിനസ്സിന് കൂട്ടി പോണ വരെ ഉണ്ടെങ്കിൽ അതുവരെ ഉള്ളത് കറക്റ്റായിരിക്കണം. ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടിട്ട് നമ്മൾ അതിനെങ്ങനെ കമ്പയർ ചെയ്യും, അത് വെച്ചിട്ടൊക്കെയാണ് നടക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പോർട്ട്ഫോളിയോകൾ. അത് ഏത് സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഫിനാൻസിൻ്റെ സെക്ഷൻ മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടിട്ട് അത് നമ്മൾ ആ കുട്ടി എഡ്യൂക്കേഷൻ കഴിയുന്ന വരെ എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ വർക്കുകളൊക്കെ എടുത്ത് വയ്ക്കുന്നതാണ് പോർട്ട്ഫോളിയോ. അപ്പോൾ മോസ്റ്റ്ലി നമ്മളൊരു അക്കാഡമിക് ഇയറിലാണ് ഓരോ ക്ലാസ്സിൻ്റെയും അങ്ങനെ എടുത്ത് വയ്ക്കുക, പോർട്ട്ഫോളിയോകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. പോർട്ട്ഫോളിയോസ് ആർ എ ഫോം ഓഫ് ഒതൻറ്റിക് അസസ്മെൻറ്റ് ഇൻ വിച്ച് സ്റ്റുഡൻസ് പ്രോഗ്രസ് ഇസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. ഒതൻറ്റിക് അസസ്മെൻ്റ് ആണ് പോർട്ട്ഫോളിയോസ് എന്നാണ് പറയുന്നത്. കുട്ടികളുടെ പ്രോഗ്രസ് ഓവർ എ ടൈം പീരിയഡിൽ വേരിയസ് കോണ്ടെക്സ്റ്റുകളിൽ അവരുടെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് അസസ് ചെയ്യാം. അതായത് കുട്ടികൾ ചെയ്യുന്ന വർക്കുകൾ അത് ഓരോ കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ആയിരിക്കാം, ആർട്സ് റിലേറ്റഡ് ആയിരിക്കാം, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഡ്രോയിങ്ങും അങ്ങനെയൊക്കെ ഓരോന്ന് വരുമല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ വേരിയസ് കോണ്ടെക്സ്റ്റുകളിൽ ഓരോ സമയത്തും, ഒരു പെർട്ടിക്കുലർ ടൈമിലല്ല, ഓരോ സമയത്തും ആ കുട്ടിയുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് ഒതൻറ്റിക് ആയിട്ടുള്ള അസസ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ടീച്ചറെ നോക്കിക്കാണുന്നത് മാത്രമല്ല, ആ കുട്ടി ചെയ്യുന്ന വർക്ക് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ്. പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഇൻസ്ട്രക്ഷൻ. By linking assessment to instruction, we can measure what we taught and can identify any weakness in instructional practices. ഈ പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഠിപ്പിക്കലുണ്ട്, ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ പഠിപ്പിക്കലുമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ടീച്ചർ എന്താണോ ചെയ്യാൻ പറഞ്ഞത് അതാണ് ആ കുട്ടിയുടെ വർക്കിൽ കാണുക. അപ്പോൾ ആ ടീച്ചറുടെ ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻസ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, എത്രത്തോളം അപ് ടു ദാറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ കുട്ടിയുടെ വർക്ക് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രസ്സിനോടൊപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ്, അവിടെ എവിടേക്കാണ് വീക്ക്നെസ് വരുന്നതെന്നുള്ളൂടെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ പോർട്ട്ഫോളിയോ കൊണ്ട് പറ്റും. ഇറ്റ് പ്രൊമോട്ട്സ് പോസിറ്റീവ് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റ്. കുട്ടികളുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും, നമ്മൾ വർക്ക് ചെയ്യല്ലേ, എത്ര തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നു പറഞ്ഞാലും ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്യണം, നമ്മളുടെ
ഇന്നലത്തെ എന്നെയായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഈ പോർട്ട്ഫോളിയോസ് ചെയ്യുക അല്ലേ. നമ്മുടെ വർക്ക് വെച്ചിട്ട് ഇന്നലെ ഞാൻ ചെയ്ത വർക്കും അതേപോലെ ഇന്ന് ഞാൻ ചെയ്യുന്ന വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എത്രത്തോളം പ്രോഗ്രസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ ഒരു പോസിറ്റീവ് സ്റ്റുഡൻറ് ഇൻവോൾവ്മെൻറ്റിലേക്ക് അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ലീഡ് ചെയ്യും. ടീച്ചർ ക്യാൻ ഇൻഡിവിജ്വലൈസ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ സ്റ്റുഡൻറ്റ്. അതേപോലെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനൊക്കെ ടീച്ചർക്ക് പറ്റും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്കില്ല് ഉണ്ടാവുക. അപ്പോൾ ഒരേ വർക്ക് തന്നെ പലരും പല രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടീച്ചർക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാം. ഇറ്റ് ഫെമിലിയറൈസസ് ആൻ ഇവാലുവേഷൻ ഫോർമാറ്റ് ടു ദ സ്റ്റുഡൻറ്റ്. ആദ്യം തന്നെ നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്ന കാര്യത്തിനാണ് ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ടീച്ചർ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ ഇവാലുവേഷൻ ഫോർമാറ്റും അതുവഴി കുട്ടികൾക്ക് ഫെമിലിയർ ആവും. ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻവോൾവ് പാരൻസ് ഇൻ ലേണിംഗ്. അതേപോലെ തന്നെ പാരൻസിനും ലേണിങ്ങിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ പോർട്ട്ഫോളിയോസ് മനസ്സിലാക്കാനും അതുവഴി കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാനും അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ, അവരുടെ ആ ലേണിങ്ങിൽ ഇൻവോൾവ് ആവാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഇനി പോർട്ട്ഫോളിയോയുടെ കമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് വിഷൻ, ഗോൾസ്, ഔട്ട്കംസ് ഒക്കെയാണ്. ഇതൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. നമ്മൾ എന്തിനാണ് ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആദ്യമേ ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. അത് കുട്ടികളെ ആയാലും ടീച്ചേഴ്സിനെ ആയാലും ആ പ്രോഗ്രസ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും ആയിട്ട് കണക്ട് ചെയ്തിട്ട് കുട്ടികളുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനാണ്, ഇപ്പോൾ ഒരു സയൻസ് ക്ലാസ്സിൽ നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കളക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ സയൻറ്റിസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുകയായിരിക്കും. അത് ഏത് തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്തിനാണത് ഉണ്ടാക്കണം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ ഇതിലുള്ള കുട്ടികളുടെ സ്കില്ല് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അവരുടെ പ്രോഗ്രസ്സും അത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സായിട്ട് എത്രത്തോളം അലൈൻഡ് ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്ത കമ്പണൻ്റ് ഇൻറ്റൻറ്റഡ് ഓഡിയൻസ് ആരാണ് ഈ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അത് ആദ്യമേ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതായത് ഇപ്പോൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയാൽ നമ്മൾ മോസ്റ്റ്ലി ക്ലാസ് റൂം നമ്മൾ സാധാ സ്കൂൾ സിസ്റ്റമൊക്കെ വെച്ച് നോക്കുമ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ പിയേഴ്സ് ആയിരിക്കും. ആരാണ് ഫീഡ്ബാക്ക് കൊടുക്കുക, ആരാണ് ഇത് റിവ്യൂ ചെയ്യാന്ന് പറയണം. ഇനിയിപ്പോൾ അതല്ല ജോബിൻ്റെ ഒക്കെ ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ എംപ്ലോയേഴ്സ് ആയിരിക്കും ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് വരിക. പിന്നെ കണ്ടൻറ് സെലക്ഷൻ ആൻഡ് സീക്വൻസിങ് ആണ്. നമ്മുടെ കണ്ടൻറ് ഇപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ എന്ത് കണ്ടൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യണത്, എന്ത് കണ്ടൻറ്റാണ് വേണ്ടത് എന്നുള്ളത് ആദ്യമേ നമ്മൾ തീരുമാനിക്കണം. അത് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സുമായിട്ട് അലൈൻഡ് ആയിട്ട് പോകണം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സയൻസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ, ചിലപ്പോൾ പ്രൊജക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു റിസർച്ച് പേപ്പർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ആയിരിക്കും. അങ്ങനെ എന്തൊക്കെ കണ്ടൻറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുള്ളത് പറയണം. അത് ഏത് ഓർഡറിൽ സീക്വൻസ് ചെയ്യണം. നമ്മളൊരു ലോജിക്കൽ ഓർഡറിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണല്ലോ പോർട്ട്ഫോളിയോയ്ക്ക്. അല്ലാണ്ട് തോന്നിയ പോലെ വയ്ക്കുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു ലോജിക്കൽ ഓർഡറിൽ അതിനെ സീക്വൻസ് ചെയ്തെടുക്കണം. ഇനി ഡോക്യുമെൻറ്റേഷൻ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഈ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവാം, എങ്ങനെയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാം. ഇപ്പോൾ ജേണൽസ് ആവാം, സെൽഫ് അസസ്മെൻറ്റ്സ് ഉണ്ടാവാം, റിസർച്ച് നോട്ട്സ് ഉണ്ടാവാം, ക്രിയേറ്റീവ് വർക്കുകൾ ഉണ്ടാവാം, പ്രൊജക്റ്റ് ഉണ്ടാവാം, ടീച്ചർ ഫീഡ്ബാക്ക്, പിയർ റിവ്യൂസ്, മൾട്ടിമീഡിയ എലമെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും. പിന്നെ പറയുന്നത് പ്രസൻറ്റേഷൻ ആൻഡ് ഫോർമാറ്റിംഗ് ആണ്. ഈ പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ എത്ര തന്നെ നല്ല വർക്ക് ചെയ്താലും അതിന് കൃത്യമായിട്ട് നല്ല ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് വെക്കണം. എന്നാലാണ് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അത് പെട്ടെന്ന് കണ്ടാൽ ഒന്ന് നോക്കിക്കളയാം, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കിക്കളയാം എന്നുള്ള തോന്നലുണ്ടാവുള്ളൂ. അതേപോലെ അതിൽ വീഡിയോ ക്ലിപ്പുകളും ഗ്രാഫിക്കുകളും ചാർട്ടുകൾ, ഡിജിറ്റൽ ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് നല്ലോണം അപ്പീലിംഗ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗൈഡ് ലൈൻസിനെ അത് ഫോളോ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു റിസർച്ച് പേപ്പറോ തീസിസ് ഒക്കെ എഴുതുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ലൈൻ സ്പേസിങ് എങ്ങനെ ആയിരിക്കണം, വേർഡ്സ് തമ്മിൽ സ്പേസ്, അതിൻ്റെ വലിപ്പം എത്രയായിരിക്കണം, മാർജിൻ്റെ വലിപ്പം. അതേപോലെ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ചിലപ്പോൾ സർട്ടൻ ക്രൈറ്റീരിയ, ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഇത്ര വലിപ്പമുള്ള പേജിൽ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം, മാർജിൻ ലെങ്ത് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിജിറ്റൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഗൈഡ് ലൈൻസൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഗൈഡ് ലൈൻസൊക്കെ ഫോളോ ചെയ്യണം. അടുത്തത് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആണ്. അസസ്മെൻറ്റ് ക്രൈറ്റീരിയ നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ആരാണോ അസസ് ചെയ്യുന്നത് അവർ പറയുന്ന ഇവാലുവേഷൻ സ്റ്റാൻഡേർഡ്സുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കണം. പിന്നെ അതേപോലെ തന്നെ ഗ്രേഡിംഗ് റുബ്രിക്സ്, എന്തിൻ്റെയൊക്കെ ബേസിലാണോ ഗ്രേഡ് ചെയ്യുന്നത് ഈ അസസ്മെൻറ്റിനും ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ ഗ്രേഡിംഗ് റുബ്രിക്സ് എന്തൊക്കെയാണെന്നുള്ളത് കുട്ടികൾക്ക് ഈ പോർട്ട്ഫോളിയോ തയ്യാറാക്കാൻ പറയുമ്പോൾ തന്നെ അതിനെ പറ്റിയിട്ട് ഗ്രേഡിംഗ് റുബ്രിക്സിനെ പറ്റിയിട്ടും വിവരം കൊടുക്കണം.
അത്രയാണ് നമ്മൾ കമ്പണൻസിൽ പറയാനുള്ളത്. ഇനി ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ്. ആദ്യത്തേത് വർക്കിംഗ് പോർട്ട്ഫോളിയോ ആണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കളക്ട് ചെയ്ത് വയ്ക്കുക. അത് തന്നെയാണ് ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വരുന്ന പോർട്ട്ഫോളിയോ ആണ്. നമ്മുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലേണിങ്ങിനെ കാണിക്കുന്ന പോർട്ട്ഫോളിയോകളാണ്. അപ്പോൾ കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ടീച്ചേഴ്സിന് നമ്മൾ ആ വർക്ക് ഇങ്ങനെ ഒരു അക്കാഡമിക് ഇയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പോർട്ട്ഫോളിയോസൊക്കെ നമ്മുടെ ഓരോ വർക്കുകളും ശേഖരിച്ച് വെക്കുന്നതാണ് ഈ വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കണം. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ പറ്റും. അടുത്തത് ഡിസ്പ്ലേ പോർട്ട്ഫോളിയോ ആണ്. ഡിസ്പ്ലേ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ ഡിസ്പ്ലേക്ക് വയ്ക്കുന്ന പോർട്ട്ഫോളിയോ ആണ്. അതായത് നമ്മുടെ ബെസ്റ്റ് വർക്ക്, ആ സ്റ്റുഡൻറ്റിൻ്റെ ബെസ്റ്റ് വർക്കുകൾ മാത്രമുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഡിസ്പ്ലേ പോർട്ട്ഫോളിയോ. അതായത് 4 ആളെ കാണിക്കാൻ പറ്റുമ്പോൾ ഏറ്റവും നല്ലത്, നല്ല ഭംഗിയുള്ളത്, നല്ല വെടുപ്പായിട്ടുള്ളതൊക്കെ അവരുടെ ഗ്രോത്തിനെയും അച്ചീവ്മെൻറ്റിനെയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോസ് ഉൾക്കൊള്ളുന്നതാണ് ഈ ഡിസ്പ്ലേ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ ചെയ്ത് വരുമ്പോൾ അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പടം വരയ്ക്കണമെന്നെയോ ആദ്യത്തെയും 2ാമത്തെയും വട്ടം വരയ്ക്കുന്നത് അത്രയും അവരുടെ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 3ാമത്തെയോ 4ാമത്തെയോ ആ ദ ബെസ്റ്റിനെ മാത്രം എടുത്തിട്ട് സൂക്ഷിക്കുക. അങ്ങനെ എല്ലാ വർക്കുകളിലെയും അവരുടെ ആ കുട്ടിയുടെ ദ ബെസ്റ്റ് വർക്ക് മാത്രം എടുത്ത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി വെക്കുന്നതാണ് ഈ ഡിസ്പ്ലേ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അടുത്തത് അസസ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ്. അസസ്മെൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ അസസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേഡൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ അസസ്മെൻറ്റ് പോർട്ട്ഫോളിയോ. അത് കുട്ടികളുടെ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ വെച്ചിട്ടാണ് അവരെ അസസ് ചെയ്യുക. ഈ അസസ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് പഠിച്ച കാര്യങ്ങളൊന്നും വെക്കില്ല. ഫൈനലായിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ അസസ് ചെയ്യുക. അതിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സുമായിട്ട് ഈ അസസ്മെൻറ്റിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം അസസ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാകുക. നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സായിട്ട് അലൈൻഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കണം അതിൽ വേണ്ടത്. പിന്നെ അതേപോലെ ഇവാലുവേഷൻ ടാസ്ക് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആദ്യമേ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആരാണ് അസസ് ചെയ്യുക എന്നുള്ള കാര്യമേ അതൊക്കെ ആദ്യമേ ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. അടുത്തത് സ്കിൽ ഏരിയ പോർട്ട്ഫോളിയോ. അത് നമ്മുടെ ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള സ്കില്ല്, അതിൻ്റെ പ്രൊഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനുള്ള പോർട്ട്ഫോളിയോ ആണ് സ്കിൽ ഏരിയ പോർട്ട്ഫോളിയോ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ഈ സിനിമാ നടന്മാരും നടിമാരും ഓരോ രീതിയിലുള്ള അവരുടെ ഒരു പോർട്ട്ഫോളിയോ പോലെ അവരെടുത്ത് വയ്ക്കില്ലോ, ഫോട്ടോസ് എടുത്ത് വയ്ക്കില്ലോ, ഓരോ ഗെറ്റപ്പിലുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് അവരുടെ ഒരു പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിനെയാണ് അവർ വേറെ രീതിയിൽ ഓരോ ക്യാരക്ടറായിട്ട് അവർ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ശരീരം ചിലപ്പോൾ മോഡേൺ ആയിട്ടുള്ളതിന്, ചിലപ്പോൾ വയസ്സായിട്ടുള്ള യങ് ആയിട്ടുള്ള സാധാ ഒരു നോർമൽ നമ്മുടെ ഗേൾ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്നുള്ള ലുക്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ സ്കില്ലെന്ന് പറയുന്നത് അവർ വേറെ ക്യാരക്ടറായിട്ട് മാറുക എന്നുള്ളതാണ് ഈ ആക്ടേഴ്സിൻ്റെ ഒക്കെ സ്കില്ല്. ആ സ്കില്ലിൽ അവർക്ക് എത്രത്തോളം പ്രൊഫിഷ്യൻസി ഉണ്ടെന്നാണ് അവരുടെ ആ പോർട്ട്ഫോളിയോ കാണിക്കുക. അതേപോലെ നമ്മുടെ സ്കില്ലിനെ ഇപ്പോൾ ആക്ടേഴ്സിന് അവരുടെ ആക്ടിങ്ങിലുള്ള സ്കില്ലിനെ കാണിക്കുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഏരിയയിൽ ഓരോ സ്കില്ലുണ്ടാവും. ആ സ്കില്ലിലുള്ള പ്രൊഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതിനാണ് ഈ സ്കിൽ ഏരിയ പോർട്ട്ഫോളിയോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴോ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ സ്കിൽ ഏരിയ പോർട്ട്ഫോളിയോസ് എടുത്തു വയ്ക്കുക. അടുത്തത് പേപ്പറും ഇ പോർട്ട്ഫോളിയോകളാണ്. പേപ്പർ വേഴ്സസ് ഇ പോർട്ട്ഫോളിയോ ആണ്. പേപ്പർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ എഴുതാണ്ടാവും. 60 ലെസൺ പ്ലാൻ എഴുതേണ്ടതിൽ 55 എണ്ണം നിങ്ങൾ ബുക്കിൽ എഴുതി നിങ്ങളുടെ റെക്കോർഡിൽ എഴുതുക ചെയ്യുക. ബാക്കി 5 എണ്ണം നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. നിങ്ങളത് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്ത് അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ പെൻഡ്രൈവിലാക്കി സൂക്ഷിക്കുക ചെയ്യുക. അപ്പോൾ ആ രണ്ടും ആലോചിച്ചാൽ മതി. പേപ്പർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ പേപ്പറായിട്ട് തന്നെ ഫിസിക്കലി നമുക്കത് എടുത്തു വയ്ക്കുന്ന കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിരിക്കും, ഓൺലൈൻ ബേസ്ഡ് ആയിരിക്കും. പിന്നെ പേപ്പർ പോർട്ട്ഫോളിയോയിൽ ലിമിറ്റഡ് സ്പേസ് ഫോർ കണ്ടന്റ് ആയിരിക്കും. കുറേ നമ്മൾ ആ ബുക്ക് റെക്കോർഡ് നിറച്ച് ചെയ്ത് നമുക്ക് തന്ന റെക്കോർഡിൽ എഴുതി വയ്ക്കുക. നമ്മൾ ഓരോരുത്തരുടെ കൈയക്ഷരത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ അത് എക്സീഡഡ് ആവാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ലിമിറ്റഡ് സ്പേസ് ആയിരിക്കും ഉണ്ടാവുക പേപ്പർ പോർട്ട്ഫോളിയോയിൽ. പക്ഷേ ഈ പോർട്ട്ഫോളിയോയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് എന്തൊക്കെ അതിൽ വെക്കാം, വീഡിയോസ് വെക്കാം, ഇമേജസ് വെക്കാം, ഹൈപ്പർ ലിങ്ക്സ് വെക്കാം, അങ്ങനെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ പോർട്ട്ഫോളിയോയിൽ ഉപയോഗിക്കാം. പിന്നെ മേ റിക്വയർ പ്രിൻറ്റിങ് ആൻഡ് ബൈൻഡിങ്.
പേപ്പർ പോർട്ട്ഫോളിയോയിൽ പ്രിൻറ്റിങ്ങും ബൈൻഡിങ്ങും ഒക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ ഈ പോർട്ട്ഫോളിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും അത് വേഗം ഡിലീറ്റ് ആക്കിയിട്ട് അടുത്ത് ടൈപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അടുത്തെടുത്ത് വയ്ക്കാനൊന്നും ഈ പോർട്ട്ഫോളിയോയിൽ അത്ര ടൈം എടുക്കില്ല, വേഗം എളുപ്പത്തിൽ കഴിയും അത് അല്ലേ. അടുത്തത് പേപ്പർ പോർട്ട്ഫോളിയോയിൽ ഇനി എന്താ പറയുന്നത്, സ്യൂട്ടബിൾ ഫോർ ട്രഡീഷണൽ അക്കാഡമിക് യൂസ്. പേപ്പറിൽ എഴുതുക ചെയ്യാന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മോഡേൺ ഡിജിറ്റൽ എഡ്യൂക്കേഷനും പ്രൊഫഷണൽ സെറ്റിങ്സിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക, ഈ പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഇതൊക്കെ ഈ പോർട്ട്ഫോളിയോ ടൈപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. അടുത്തത് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ് ആദ്യം പറയാം. ആദ്യം സെലക്ടിങ് ഐറ്റംസ് ടു ഇൻക്ലൂഡ് ഇൻ ദ പോർട്ട്ഫോളിയോ. അവർക്ക് തന്നെ തീരുമാനിക്കാം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. ഇപ്പോൾ ഓരോന്നിനും ഓരോ പോർട്ട്ഫോളിയോ ഉണ്ടാവും. ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്ത എന്തൊക്കെ വർക്കുകൾ വെക്കണം, എന്തൊക്കെ ഐറ്റംസ് വെക്കണം എന്നുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാം. എൻഗേജിങ് ഇൻ എ നോട്ട് കോമ്പറ്റീറ്റീവ് ആക്ടിവിറ്റി. അത്ര കോമ്പറ്റീറ്റീവ് അല്ല, നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കഴിവിനനുസരിച്ചിട്ട് ചെയ്യാം. പരീക്ഷ എഴുതി മാർക്ക് കിട്ടുന്ന ആ ഒരു കോമ്പറ്റീഷണൽ സ്പിരിറ്റ് ഒന്നും ഇതിന് വേണ്ട. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും ഈ പോർട്ട്ഫോളിയോ രീതികൾ. പിന്നെ എക്സ്പീരിയൻസിങ് എ കൊളാബറേറ്റീവ് ക്ലൈമറ്റ് എമംഗ് സ്റ്റുഡൻസ്. കുട്ടികൾ തമ്മിലൊരു സഹകരണ മനോഭാവമൊക്കെ ഉണ്ടാവും ഈ പോർട്ട്ഫോളിയോസൊക്കെ ചെയ്യുമ്പോൾ. ഓരോ വർക്ക് ചെയ്യുമ്പോൾ പ്രൊജക്റ്റാണ് നമ്മളൊരു പോർട്ട്ഫോളിയോയിൽ വെക്കാൻ പറയുന്ന ഐറ്റമെങ്കിൽ കുട്ടികളൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുക. അടുത്തത് ഹാവിങ് ഓണർഷിപ്പ് ആൻഡ് ടാഞ്ചിബിൾ എവിഡൻസസ് ഓഫ് ലേണിംഗ്. അതേപോലെ കുട്ടികൾ അവരുടെ ലേണിങ്ങിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർ തന്നെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കും. അതേപോലെ അവരുടെ ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള എവിഡൻസുകൾ അവർക്ക് തന്നെ ഉണ്ടാവും. ഈ വെച്ച പോർട്ട്ഫോളിയോയിൽ വെച്ച വർക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് തന്നെ അവരുടെ ലേണിംഗ് എത്രത്തോളം ഉണ്ട്, അവരുടെ പ്രോഗ്രസ് എന്നുള്ള കാര്യമൊക്കെ വിലയിരുത്താൻ പറ്റും. ബിൽഡിംഗ് സെൽഫ് എസ്റ്റീം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ന് ഞാൻ ചെയ്തതും ഇന്നലെ ഞാൻ ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യണത് ഈ പോർട്ട്ഫോളിയോസ് അല്ലേ. അപ്പോൾ ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. ഇന്നലത്തെ ഞാനല്ല, ഒന്നും കൂടെ ഒന്ന് ബെറ്ററായി, എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും, നാളെ ആകുമ്പോൾ ഇതിലും ബെറ്റർ ആക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു സെൽഫ് എസ്റ്റീം വരും. റിഫ്ലക്റ്റിംഗ് ആൻഡ് ജഡ്ജിങ് ദെയർ ഓൺ വർക്ക്സ്. നമ്മൾ നമ്മുടെ വർക്കുകൾ തന്നെ കുട്ടികൾ അവരവരുടെ വർക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജഡ്ജ് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എന്താണ് കുറ്റം കുറവ്, എന്തൊക്കെയാണ് നന്നായിട്ടുള്ളതെന്നൊക്കെ അവർ തന്നെ മനസ്സിലാക്കണം. അപ്പം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഫർദർ ഫ്യൂച്ചറിലേക്ക് അത് ബെനിഫിറ്റ് ചെയ്യും. ക്ലാരിഫയിങ് എക്സ്പെക്റ്റേഷൻസ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കാര്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും ഇത് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്നു, പക്ഷേ എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് നമ്മൾ A+ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, A+ കിട്ടിയിട്ടുണ്ടാവില്ല, A ഗ്രേഡേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ആ പേപ്പർ വാങ്ങി നോക്കാത്ത പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല, ഞാനത് വിചാരിച്ചതല്ലേ എന്നായിരിക്കും. പക്ഷെ പേപ്പർ നോക്കി വാങ്ങിയിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നമുക്കൊന്നുകൂടെ ക്ലാരിഫൈഡ് ആവും നമ്മൾ എന്താണ് പ്രശ്നം പറ്റിയെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു എവിഡൻസ് ഉണ്ട്, പോർട്ട്ഫോളിയോയിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ എവിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. ഹാവിങ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് റിഗാർഡിംഗ് ദെയർ വർക്ക്സ്. കുട്ടികൾ ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ എന്തായിരിക്കും, ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും ഈ പോർട്ട്ഫോളിയോസ് വഴി. enables to demonstrate to others his or her learning and progress. അതേപോലെ കുട്ടികളുടെ പ്രോഗ്രസ്സിനെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ പാരൻസിന് തന്നെ കാണിച്ചു കൊടുക്കാം. നോക്ക്, ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തത്, നോക്ക് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ വർക്ക് ചെയ്തപ്പോൾ ഇത്രയും നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവരുടെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് വിത്ത് എവിഡൻസ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. സ്റ്റുഡൻറ്റ് ബിക്കംസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ദ ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് പ്രോസസ്സ്. അതേപോലെ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ ലേണിങ്ങിലും അസസ്മെൻറ്റിലും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാറുകയാണ് ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് വഴി. ഇനി ടീച്ചേഴ്സിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണക്റ്റിംഗ് അസസ്മെൻറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനും അതേപോലെ അസസ്മെൻറ്റും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നതിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഇവരുടെ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് വഴി ടീച്ചേഴ്സിനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൊവൈഡിങ് ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ അബൌട്ട് എ സ്റ്റുഡൻസ് സ്ട്രെങ്ത് ആൻഡ് ഇൻസ്ട്രക്ഷണൽ നീഡ്സ്. അതേപോലെ കുട്ടികൾക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇനി എന്തൊക്കെ മെച്ചപ്പെടുത്താൻ ചെയ്യാന്നുള്ള രീതിയിൽ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലായാലും ടീച്ചേഴ്സിൻ്റെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് വഴി ചെയ്യണത്. അത് ടീച്ചേഴ്സിന് ബെനിഫിഷ്യൽ ആയിരിക്കും.
generating meaningful examples of student growth, constructing knowledge of what constitute high quality work. അത് നമ്മളിപ്പോൾ ഒരു കുട്ടീനെ അസസ് ചെയ്തിട്ട് കുട്ടിക്ക് ഇന്ന രീതിയിലുള്ള അച്ചീവ്മെൻ്റ് ഉണ്ട്, ഇവിടേക്കാണ് കുറച്ച് ബാക്കിലോട്ട് പോകുന്നതെന്ന് വെറുതെ പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് വിത്ത് എവിഡൻസ് പറയണത് അല്ലേ. കുട്ടിയുടെ ഗ്രോത്തിനെ പറ്റിയിട്ട് മീനിങ് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് കുട്ടിയുടെ ഗ്രോത്തിനെ പറ്റിയിട്ടും എത്രത്തോളം ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ആ കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, എത്രത്തോളം ആ കുട്ടിക്ക് കഴിവുണ്ട് എന്നുള്ളതൊക്കെ പറയണത്. അടുത്തത് ഹാവിങ് കോൺക്രീറ്റ് എക്സാമ്പിൾസ് ഓഫ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ടു ഡിസ്കസ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. ഇതന്നെ നമ്മൾ കുട്ടികളുടെ ഒരു പാരൻസ് മീറ്റിംഗ് എടുത്തിട്ട് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, പ്രശ്നമാണ്, പഠിക്കുന്നില്ല എന്നുള്ളത് പറയുന്നതിനേക്കാൾ കുട്ടി വന്നിട്ട് പഠിക്കണില്ല, അതൊക്കെ വേഗമാണ്. കുട്ടി എന്താണ് ചെയ്യണമെന്ന് നമ്മൾ കാണുന്നില്ല, വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യണമെന്ന് കാണില്ല. ചിലപ്പോൾ പാരൻസിനും അത്ര അറിയണ്ടാവില്ല. വർക്കിംഗ് ഒക്കെ ആയിട്ട് ആകുമ്പോൾ അവർ വീട്ടിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾ കടന്നുറങ്ങും, അങ്ങനത്തെ ഒക്കെ അവസ്ഥയാകുമ്പോൾ അവർ പഠിക്കണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണ്ടാവില്ല. പക്ഷേ ഈ പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് ആകുമ്പോൾ കുട്ടി ചെയ്ത കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഇത് വെച്ചിട്ട് ആ കുട്ടിയുടെ പ്രോഗ്രസ്സിന് നമുക്ക് അസസ് ചെയ്യാം. അപ്പോൾ ആ പാരൻസിനോട് നമുക്ക് പറയാം കുട്ടിക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, കുട്ടിയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ആ കുട്ടി ഇവിടെയായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയറിന് ശേഷം ആ കുട്ടിയുടെ ഗ്രോത്ത് എത്രയായെന്ന് വിത്ത് എവിഡൻസ് നമുക്ക് ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും ടീച്ചേഴ്സിന്. അടുത്ത് പ്രൊവൈഡ്സ് എ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്കിൽ ഓർ കോമ്പിറ്റൻസി ഇൻ എൻ ഏരിയ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇത് തന്നെ നമ്മൾ പറഞ്ഞത് ഒരു സ്കില്ലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പിറ്റൻസിനെ പറ്റിയിട്ട് ആ കുട്ടിയുടെ കഴിവുകൾ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ആ കഴിവുകൾ എന്താണെന്നൊക്കെ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ്. അതായത് ഇപ്പോൾ ഒരു പാട്ട് പാടാനുള്ള കഴിവാണ് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവാണെങ്കിൽ ഓരോ സ്റ്റേജിലും ഓരോ പ്രോഗ്രാമിലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള പ്രോഗ്രസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു ക്യുമുലേറ്റീവായിട്ട് ഇങ്ങനെ ആ എവിഡൻസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അസസ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് വെച്ചിട്ട്. ഇനി പാരൻസിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കുട്ടികളുടെ പ്രോഗ്രസ് ഓവർ എ പീരീഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഒരു പരീക്ഷ നടത്തിയിട്ടുള്ള കുട്ടിക്ക് ഉണ്ടാവുന്ന എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളതല്ല, ആ കുട്ടി എത്രത്തോളം ഒരു അക്കാഡമിക് ഇയറിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് നമ്മൾ എന്ത് പീരീഡാണോ എത്ര പീരീഡാണോ നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ ആ പീരീഡ് ഓഫ് ടൈമിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് എത്രയാണെന്നുള്ളത് പാരൻസിനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ക്ലാസ് റൂമിൽ പോർട്ട്ഫോളിയോസ് ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേണിംഗ് പ്രോഗ്രസ് ഓവർ ടൈം ക്യാൻ ബി ക്ലിയർലി ഷോൺ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടൈം പീരീഡിലുള്ള ലേണിംഗ് പ്രോഗ്രസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കാനായിട്ട് പറ്റും, വിത്ത് എവിഡൻസ് കാണിക്കാൻ പറ്റും. ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് ബെസ്റ്റ് വർക്ക് പ്രൊവൈഡ്സ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ലേണിംഗ്. കുട്ടികളുടെ ബെസ്റ്റ് വർക്കിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഒരു മാസം മുന്നേ ഒരു കുട്ടി ഒരു പ്രൊജക്റ്റ് ചെയ്തതും അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം ഇങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനുള്ള വ്യത്യാസവും. അപ്പോൾ ചിലപ്പോൾ 4-5 മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാവും ആ കുട്ടിയുടെ ബെസ്റ്റ് വർക്ക്. അപ്പോൾ ആ ബെസ്റ്റ് വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുക. അതൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരും, ലേണിങ്ങിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരും. പ്രൊവൈഡ്സ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതേപോലെ ഓരോ കുട്ടികൾക്കും ഓരോ സ്കില്ലാണ്, ഓരോ കഴിവാണെന്നുള്ളത് മനസ്സിലാക്കാനും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ ഗ്രേറ്റർ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യും. കുട്ടികൾക്ക് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറയണത്. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവനവനെ തന്നെയാണ് ഈ പോർട്ട്ഫോളിയോകൾ അസസ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുക. അതൊരു കൂടുതൽ മോട്ടിവേഷൻ തരും. ഇന്നലെ ചെയ്തതിനേക്കാൾ നന്നായിട്ട് ഇന്ന് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ അതേപോലെ സെൽഫ് അസസ്മെൻറ്റ് സ്കില്ലുകൾ, നമുക്ക് സ്വയം നമ്മളെ വിലയിരുത്താനുള്ള കഴിവുകളൊക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ്സിനെ പറ്റിയിട്ട് പാരൻസിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ കുട്ടി ഇന്ന വർക്കാണ് ചെയ്തത്, അതിൽ ഇത്ര പ്രോഗ്രസ്സാണ് ആദ്യം ഉണ്ടായത്, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത്രയും പ്രോഗ്രസ് ഉണ്ടായെന്നൊക്കെ ഒരു വിത്ത് എവിഡൻസ് ബേസ്ഡ് നമുക്ക് ക്ലിയർലി പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കുട്ടികൾ അവരുടെ ലേണിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ അവർ റിഫ്ലക്റ്റീവ് ലേണേഴ്സായിട്ട് മാറുകയും ചെയ്യും. അവരും ഈ പോർട്ട്ഫോളിയോസൊക്കെ കണ്ടു പോകുന്നുണ്ട്, അവർക്കും മനസ്സിലാവും എവിടേക്കാണ് പ്രശ്നം പറ്റിയത്, എവിടേക്കാണ് നന്നായത്, എൻ്റെ വീക്കർ പോയിൻറ്റ്സും സ്ട്രോങ്ങർ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റീസൊക്കെ വർദ്ധിക്കും. അതായത് ഒരു റിഫ്ലക്റ്റീവ് ലേണേഴ്സ് മാറും. ഇനി പറയുന്നത് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ആദ്യം നമ്മൾ പോർട്ട്ഫോളിയോയുടെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനാണ് ഈ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ഈ പോർട്ട്ഫോളിയോ
ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ പ്രൊജക്റ്റ് ആവാം, അസൈൻമെൻ്റ് ആവാം, ചിലപ്പോൾ ഒരു കളക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ആൽബം ആവാം, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ചിലപ്പോൾ വീഡിയോ ആവാം, ഓഡിയോ, അങ്ങനെ എന്തൊക്കെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ കണ്ടൻസ് വേണമെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് ഈ കുട്ടിയുടെ ഉണ്ടാക്കി ഈ പോർട്ട്ഫോളിയോനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, ഗ്രേഡിംഗ് റുബ്രിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്തുണ്ടാക്കണം. ഹോൾഡിംഗ് പോർട്ട്ഫോളിയോ കോൺഫറൻസസ്, അതായത് നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ തന്നെ കോൺഫറൻസുകൾ ഒരു മീറ്റിംഗ് പോലെയൊക്കെ വെക്കാം. കുട്ടികൾ തമ്മിൽ അവർ ചെയ്ത വർക്ക് എന്തായി, എത്രത്തോളമായി, എന്തായി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ നടത്താം ഈ പോർട്ട്ഫോളിയോ കോൺഫറൻസ്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ ഒരു ക്ലാസ് മൊത്തമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ നടത്താം. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോ കോൺഫറൻസ് നമ്മൾ മീറ്റിംഗ് വയ്ക്കുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള ഒരു വർക്ക് കൊടുത്തു, ഇന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കും, ഇന്ന ഡേറ്റിൽ അത് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ആ ഡേറ്റ് വരെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയല്ല, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. വർക്ക് എത്രത്തോളം ആയി, എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സ്ട്രക്ചറിങ് ഓഫ് പോർട്ട്ഫോളിയോ മെറ്റീരിയൽ അക്കമ്പനീഡ് ബൈ എ റിഫ്ലക്റ്റീവ് ജേർണൽ, അതായത് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ മെറ്റീരിയലിനെ നമ്മളൊരു റിഫ്ലക്റ്റീവ് ജേർണൽ വെച്ചിട്ട് ആ റിഫ്ലക്റ്റീവ് ജേർണലിനെ അക്കമ്പനി ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യണം. അതായത് ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾ ജേർണലിങ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡാണ് ജേർണലിങ് ചെയ്യുന്നത് അല്ലേ. ഞാൻ ഇന്ന ദിവസം ഇന്നതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു, ഇത്രതൊക്കെ എനിക്ക് ബെനിഫിഷ്യലായി, ഇന്ന കാര്യങ്ങൾ എനിക്കത്ര നന്നായില്ല, ചെയ്തത് നന്നായില്ല, അതെനിക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പോർട്ട്ഫോളിയോനെ നമ്മളൊരു റിഫ്ലക്റ്റീവ് ജേർണൽ ആ സെൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മളത് ലേബിൾ ചെയ്യണം, നമ്പർ കൊടുക്കുക, ലേബിൾ ചെയ്യുക, അതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണം. എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ ആ നമ്മളൊരു ടേബിൾ വരയ്ക്കില്ലേ, നമ്മളിപ്പോൾ BEdന് വന്നാൽ തന്നെ അറിയാം, എത്ര റെക്കോർഡ് എഴുതിയാലും അതിൻ്റെ ആദ്യം ഒരു ഇൻഡെക്സ് ഉണ്ടാവും. ആ ഇൻഡെക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പേജ് നമ്പർ കൃത്യം ഉണ്ടാവണം, കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ഉണ്ടാവണം, ആ സീരിയൽ നമ്പർ ഉണ്ടാവണം, അത് നിർബന്ധമായിട്ടും ഉണ്ടാവണം അല്ലേ. എത്ര റെക്കോർഡ് എഴുതിയില്ല അതേപോലെ. അതെന്തിനാ, നമുക്ക് ഈസിലി അത് മനസ്സിലാക്കാനാണ്. ഇപ്പം എല്ലാവരും അത് പെട്ടെന്നൊരു കാര്യം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം മനസ്സിലാണെങ്കിൽ എല്ലാം തപ്പി മറിച്ച് പോകേണ്ട ആവശ്യമില്ല. ഈ ഇൻഡെക്സ് നോക്കി നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ലേബലിങ്ങും നമ്പറിങ്ങും ഒക്കെ ഈ പോർട്ട്ഫോളിയോയിൽ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ട്രഡീഷണൽ അസസ്മെൻറ്റും പോർട്ട്ഫോളിയോ അസസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് പറയേണ്ടത്. ട്രഡീഷണൽ അസസ്മെൻറ്റിൽ കുട്ടികളുടെ എബിലിറ്റി അറ്റ് എ ടൈമിലുള്ള നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം എടുത്തു, അല്ലെങ്കിൽ ഒരു പരീക്ഷ എടുക്കുകയാണെങ്കിൽ ആ പരീക്ഷ എടുത്തിട്ട് മാർക്ക് കിട്ടി അതിനെ വെച്ചിട്ട് മാത്രമാണ് കുട്ടിയുടെ എബിലിറ്റീനെ നമ്മൾ മെഷർ ചെയ്യുക. പക്ഷെ പോർട്ട്ഫോളിയോ വഴി അസസ് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു കുട്ടി ചെയ്ത വർക്കുകളെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ പ്രോഗ്രസ്സിന് ഒരു ടൈം ബീയിങ്ങിന് മൊത്തം നമ്മളൊരു പീരീഡ് ഓഫ് ടൈം എടുത്താൽ ആ ടൈമിലൊക്കെ ആ കുട്ടിയുടെ പ്രോഗ്രസ്സിനെയാണ് അളക്കുന്നത്. ഇനി ട്രഡീഷണൽ അസസ്മെൻറ്റ് കണ്ടക്റ്റഡ് ഔട്ട്സൈഡ് ഇൻസ്ട്രക്ഷനാണ്. ഇൻസ്ട്രക്ഷൻ ടീച്ച് ചെയ്യുന്നതുമായിട്ട് ടീച്ചറുടെ പഠിപ്പിക്കലുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അതിൻ്റെ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രഡീഷണൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻസ്ട്രക്ഷനാണ്. ടീച്ചർ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ട്രഡീഷണൽ അസസ്മെൻറ്റ് ഡൺ ബൈ ടീച്ചർ അലോൺ ആൻഡ് സ്റ്റുഡൻറ്റ് ഓഫൺ അൺഅവെയർ ഓഫ് ക്രൈറ്റീരിയ. ട്രഡീഷണൽ അസസ്മെൻറ്റിൽ ഈ അസസ്മെൻറ്റിൻ്റെ മൊത്തം അതോറിറ്റി ടീച്ചറായിരിക്കും. കുട്ടികൾക്ക് അതിൻ്റെ ക്രൈറ്റീരിയ ഇന്ന കാര്യങ്ങൾ അതൊന്നും ചോദിക്കാൻ, എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ അസസ് ചെയ്യുന്നത്, നമ്മുടെ അച്ചീവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമൊന്നും കുട്ടികൾ മിക്കവാറും അവെയർ ആയിരിക്കില്ല. പക്ഷേ പോർട്ട്ഫോളിയോയിൽ അങ്ങനെയല്ല, കുട്ടികളും ടീച്ചേഴ്സും കൂടിയിട്ടാണ് ഈ പോർട്ട്ഫോളിയോ വഴിയുള്ള അസസ്മെൻറ്റ് നടത്തുക. എന്തൊക്കെ ക്രൈറ്റീരിയയുടെ ബേസിലാണ് കുട്ടികൾ അസസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ കുട്ടികൾ മുൻകൂട്ടിയേ അറിഞ്ഞിട്ടുണ്ടാവും ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൽ. ട്രഡീഷണൽ അസസ്മെൻറ്റിൽ കുട്ടികൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല, അവരുടെ ലേണിങ്ങിൻ്റെ ആയാലും ഉത്തരവാദിത്തം ട്രഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ടീച്ചേഴ്സിനാണ് പ്രോമിനൻസ്. അതിപ്പോൾ അസസ്മെൻറ്റിലായാലും ടീച്ചേഴ്സിനായിരിക്കും പ്രോമിനൻസ്. സ്റ്റുഡൻസിന് വലിയ റോളൊന്നുമില്ല, പഠിക്കുക, പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങിക്കുക, ആ ഒരു റോള് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, കുട്ടികൾ തന്നെ അവരുടെ ലേണിങ്ങിനുള്ള റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉത്തരവാദിത്തമൊക്കെ അവർ തന്നെ ഏറ്റെടുക്കും. ഇനി ടീച്ചേഴ്സിന്
ട്രഡീഷണൽ അസസ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഡസ് നോട്ട് അലോ ടീച്ചേഴ്സ് നോളജ് ഓഫ് സ്റ്റുഡൻറ്റ് ആസ് എ ലേണർ. അപ്പോൾ ടീച്ചർക്ക് കുട്ടികളെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റില്ല ഈ ട്രഡീഷണൽ അസസ്മെൻറ്റ്. ആ പഠിപ്പിച്ച കാര്യം കുട്ടി പഠിച്ചിട്ടുണ്ടോ, അതും എങ്ങനെ പഠിച്ചു എന്നറിയില്ല, എങ്ങനെ പേപ്പറിൽ വന്നു എന്നും ടീച്ചർക്ക് വലിയ നോളജ് ഉണ്ടായിക്കോളണമെന്നില്ല, അറിവുണ്ടായിക്കോളണമെന്നില്ല. പേപ്പറിൽ എന്തൊക്കെ ഉണ്ട്, അതിന് എത്ര മാർക്ക് ഉണ്ട് ആ കുട്ടിക്ക് എന്നുള്ള കാര്യം മാത്രമായിരിക്കും ടീച്ചർക്ക് അറിയേണ്ടത്. പക്ഷേ ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിലേക്ക് വരുമ്പോൾ കുട്ടീനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും, കുട്ടിയുടെ ഒരു പ്രോഗ്രസ്സിനെ പറ്റിയിട്ടും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, ആ കുട്ടി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളൊരു വർക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മാത്രമല്ല, ആ പ്രൊഡക്റ്റിലേക്ക് എത്തിയ പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ ടീച്ചേഴ്സിന് അവെയർ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ ഡെവലപ്മെൻറ്റും പ്രോഗ്രസ്സും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഇത്തരം പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് പോലുള്ള അസസ്മെൻറ്റിലാണ്. ട്രഡീഷണൽ അസസ്മെൻറ്റിനെ വെച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൽ പറയാനുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പർപ്പസിൻ്റെ ബേസിൽ നമ്മളൊരു കൃത്യമായിട്ടൊരു കാര്യത്തിൻ്റെ ഉദ്ദേശത്തിൽ നമ്മൾ കുട്ടികളുടെ വർക്കുകളെ കളക്ട് ചെയ്യും, അതിനെ അസസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ കമ്പണൻസ്, ഇമ്പോർട്ടൻസ്, അതുണ്ടാക്കുന്ന സ്റ്റെപ്പുകൾ, എങ്ങനെയൊക്കെയാണ് ഒരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പുകൾ, പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പാരൻസിനും ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ ട്രഡീഷണൽ വേഴ്സസ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്